നീണ്ടകരയിൽ വീടിന് സമീപം ഗൃഹനാഥൻ അടിയേറ്റ് രക്തം വാർന്ന് മരിച്ച സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. നീണ്ടകര ആക്കാശ്ശേരി തോപ്പ് നെടുവേലിൽ ക്ഷേത്രത്തിന് സമീപം വിഷ്ണു ഭവനിൽ ഹരികൃഷ്ണൻ ആണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബു ആണ് അറസ്റ്റിലായത്. ചൊവ്വ പുലർച്ചെ ഹരികൃഷ്ണൻ സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തി ജനൽ ചില്ല് അടിച്ചു തകർത്തു ബഹളം ഉണ്ടാക്കി. തുടർന്ന് വടികൊണ്ടു സുരേഷ് ബാബു ഹരികൃഷ്ണന്റെ കാലിൽ അടിക്കുകയായിരുന്നു. മുറിവേറ്റ് നടന്നു നീങ്ങിയ ഹരികൃഷ്ണൻ സമീപത്തെ റോഡരികിൽ രക്തം വാർന്ന് 5 മണിക്കൂർ കിടക്കേണ്ടി വന്നു. രാവിലെ 9:30 കണ്ടെത്തിയ ഇദ്ദേഹത്തെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. അടിയേറ്റ് ഒടിഞ്ഞ ഇടതുകാലിൽ നിന്നും രക്തം വാർന്നു പോയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. കരുനാഗപ്പള്ളി SP അഞ്ജലി ഭാവന, തെക്കുംഭാഗം ഇൻസ്പെക്ടർ S ശ്രീകുമാർ, SIമാരായ M അനീഷ് കുമാർ, ജയകുമാർ, ഷാജി ഗണേശൻ, SCPO നൌഷാദ്, മാനുവൽ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു.